ഞാനൊരു നാടകം കളിക്കാം. എവിടെ? ഇവിടെ. ഈ വീട്ടിലാ? ദൈവമേ, ആ സ്റ്റേജ് കെട്ടാനും ഞാൻ ഇനി കാശ് മുടക്കണമല്ലോ. അച്ഛനൊരു പണിയില്ലേ? ഇങ്ങേരുടെ തലയ്ക്കാണെങ്കിൽ ഓണമാണ്, അച്ഛന് നാടകം ഒന്നും പറഞ്ഞോട്ട് കുട്ടിക്കളി എന്ന് പറഞ്ഞ് ഇറങ്ങുവാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? അവനെ പണിക്ക് വിടാൻ വേണ്ടി ഞാനൊരു നാടകം ഇവിടെ കളിക്കാം. നീ ഒന്ന് കട്ടക്ക് കൂടെ മതി. ആ നാടകോ? അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഇവിടെ സഹനടിയായിട്ട് ഞാനും ഉണ്ട്. പൊളിക്ക. ഒരു കാര്യം ചെയ്യട്ടാ, നീ നോക്കിക്കോ. മോളെ സുലോചനെ. എന്താച്ചാ? നമ്മളപ്പുറത്തെ വീട്ടിലെ നാരായണന്റെ മോനില്ലേ, മുരളിയില്ലേ, മുരളി. മുരളിച്ചേട്ടൻ എന്ത് പറ്റി? അവനിന്ന് രാവിലെ മരിച്ചു പോടി. അയ്യോ, ഫയറ് പോലെ ഓടി നടന്ന മനുഷ്യനല്ലേ അച്ഛാ? എന്ത് പറ്റി? എങ്ങനെ മരിച്ചു പോയി? അവനെ ഈ പണിക്ക് വാദം പിത്തം പിടിച്ച് കൊളസ്ട്രോൾ പിടിച്ച് അറ്റാക്ക് വന്ന് ചത്ത്. ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മളെ സത്യേട്ടൻ ഈ ഗതി തന്നെ ആയിരിക്കും അല്ലേ അച്ഛാ? ഒരു പണിക്കും പോവാതെ ഇരുന്ന് തിന്ന് 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 വല്ല അറ്റാക്കും പിടിച്ചു കഴിഞ്ഞാൽ ഞാനും നമ്മുടെ പിള്ളേരും വഴിയാധാരമായി പോകത്തില്ലേ അച്ഛാ? ഈ പേടിക്കണ്ട മോൾ, അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക നീ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യണ? ദൈവമേ, ഇപ്പൊ എന്താ അറിഞ്ഞു? മുരളിച്ചേട്ടൻ സത്യമാണോ? സത്യം. നീ കരഞ്ഞിട്ട് കാര്യമില്ലടാ. മാമ, പണിക്ക് പോരുന്ന അറ്റാക്ക് വന്ന് മരിച്ചത്. അയ്യോ, ഞാൻ ഈ ഒരു പണിയും ചെയ്യാതിരിക്കുന്നു. അപ്പൊ എനിക്കും അറ്റാക്ക് വരും. കൊളസ്ട്രോൾ കൂടിയാ വരും. അതുകൊണ്ട് സത്യേട്ടന്റെ 10 പൈസ ഈ കുടുംബത്തോട്ട് കൊണ്ടുവരണ്ട. എന്തെങ്കിലും പണിയെടുത്ത് ഈ ശരീരമൊക്കെ ഒന്ന് അനക്ക്. എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ന്യൂ ഇയർ അല്ലേ? അപ്പൊ ഞാനൊരു ശപഥം ചെയ്യാൻ പോവാണ്. ശബ്ദം ഇന്ന് മുതൽ ഞാൻ പണിക്ക് പോകും. അങ്ങനെ ശബ്ദം ചെയ്താൽ പോരാ. എല്ലാ ന്യൂ ഇയറിനും ഇത് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. ഈ പ്രാവശ്യം എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്തിനാ മാമ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറഞ്ഞാ പറ്റില്ല, സത്യം ചെയ്യണം നീ. എന്നാ ഞാൻ ഇവിടെ തലയെ തൊട്ട് സത്യം ചെയ്യും. പ്രിയ സ്നേഹനിധിയായ എന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും കേൾക്കുന്നതിന് വേണ്ടി ജനുവരി 1-ാം തീയതി മുതൽ മടത്തിൽപ്പറമ്പിൽ മാധവന്റെ മകൻ സത്യനാഥൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സത്യം, സത്യം, സത്യം. നാടൻ കളിക്കാതെ മര്യാദക്ക് സത്യം ചെയ്യും. സത്യമായിട്ടും ഉറപ്പാണല്ലോ? ഇന്ന് മുതൽ പണിക്ക് പോക്കാളാം. ഇനി ഇതെങ്ങാനും തെറ്റിച്ചാ എന്റെ തലയായിരിക്കത്തില്ല പൊട്ടുന്നത്, നിങ്ങളുടെ തലയായിരിക്കും. വാക്കാണ് സത്യം, മനസ്സിലാക്കണം. അധികം മൊയ്തീൻ കളിക്കാതെ ചെല്ല്, റെഡിയാവും. പണിക്ക് പോകാൻ റെഡി ആയിട്ട് വരണം മാമ. എന്തെങ്കിലും നല്ല കാര്യം തോന്നിയില്ല. എന്റെ മറ്റേ സഞ്ചി ഇരിക്കുന്ന അതവിടെ ഇരിപ്പുണ്ട്.